بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح. إن شاء الله നമ്മൾ ക്ലാസ് തുടങ്ങാണ്. നേരത്തെ ഞാൻ പറയാൻ തുടങ്ങി വന്ന കാര്യം, ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു പുതിയ ക്ലാസ്, ഒരു കോഴ്സ് പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അഖീദയും മൻഹജുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതുതന്നെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള അൽ ഉസൂലു സലാസത്തു വ അദില്ലത്തുഹാ എന്നുള്ള പുസ്തകം, അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പുസ്തകം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് രചിച്ചിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ല. ഈ പുസ്തകത്തിന്റെ കയ്യെഴുത്ത് പ്രതികൾ തന്നെ ലഭ്യമാണ്. ഇതിന്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കയ്യെഴുത്ത് പ്രതിയുടെ ആദ്യ പേജും അവസാന പേജും ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിൽ വലതു ഭാഗത്തുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം എഴുതിയ, നമ്മളിപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അൽ ഉസൂലു സലാസത്തു വ അദില്ലത്തുഹ എന്ന പുസ്തകത്തിന്റെ കയ്യെഴുത്ത് പ്രതിയുടെ ആദ്യ പേജാണ്. ഇടത് ഭാഗത്ത് നിങ്ങൾ കാണുന്നത് ഈ ഗ്രന്ഥത്തിന്റെ കയ്യെഴുത്ത് പ്രതിയുടെ അവസാനത്തെ പേജാണ്. ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അൽ ഉസൂലു സലാസത്തു വ അദില്ലത്തുഹ, ഇത് ഗ്രന്ഥത്തിന്റെ പേരാണ്. അൽ ഉസൂലു സലാസത്തു വ അദില്ലത്തുഹ, അത് എഴുതിയിട്ടുള്ള ഗ്രന്ഥകർത്താവിന്റെ പേരാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ ചർച്ച നടത്തുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ, ഗ്രന്ഥകർത്താവിൽ നിന്ന് ഇൽമു സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തോടുള്ള ഒരു കടമയാണ് അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഓർക്കുകയും അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തിനും റഹമത്തിനും വേണ്ടി അള്ളാഹുവിനോട് ദുആ നടത്തുകയും ചെയ്യുക എന്നുള്ളത്. ഈ മര്യാദ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒഴിവാക്കാനാവാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ആരാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് നമുക്ക് ഒന്ന് ചെറുതായി അദ്ദേഹത്തെ പരിചയപ്പെടാം. സീറത്തുൽ മുഅല്ലിഫ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. ഗ്രന്ഥകർത്താവായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ സീറയാണ്. സീറ എന്ന് പറഞ്ഞാൽ ചരിതം എന്നാണ് അതിന് മലയാളത്തിൽ പറയാം. ഗ്രന്ഥകർത്താവായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിതമാണ്. ആദ്യം അദ്ദേഹത്തിന്റെ ശരിയായ പേര് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇസ്മുഹു മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നി സുലൈമാന അത്തമീമിയു. മുഹമ്മദു ഇബ്നു അബ്ദുൽ വഹാബി ഇബ്നി സുലൈമാന അത്തമീമിയു. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ് അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ് സുലൈമാൻ. അത്തമീമിയു എന്ന് പറയുന്നത് അവരുടെ ഗോത്രത്തിലേക്ക് ചേർത്തുകൊണ്ട് പറയുന്ന പേരാണ്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ അത്തമീമി. അദ്ദേഹം ജനിച്ചത് എവിടെയെന്ന് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഫി ബൈത്തി ഇൽമിൻ വദീനിൻ
വശറഫിൻ, നല്ല അറിവുള്ള ഒരു പണ്ഡിത തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. നല്ല മതഭക്തിയുള്ള മതബോധമുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വശറഫിൻ, അതുപോലെ തന്നെ വളരെ മാന്യതയുള്ള ബഹുമതിയുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അത് തന്നെയും ബിൽ ഉയൈന, ഉയൈന എന്ന് പറയുന്ന ഗ്രാമത്തിൽ. അൽ ഉയൈന എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഗ്രാമത്തിന്റെ പേര് അൽ ഉയൈന എന്നാണ്. ഇത് ഇന്നത്തെ റിയാദിൽ നിന്ന് 35 കിലോമീറ്റർ മാറി ഉള്ള ഒരു ഗ്രാമമാണ്. അദ്ദേഹം ജനിച്ച വർഷം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സനത്ത അൽഫിൻ വമിഅ വഖംസത അശർ, ഹിജ്റ വർഷം 1115 അദ്ദേഹം ജനിക്കുന്നത്. അഥവാ ക്രിസ്തു വർഷം 1703 അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിന്റെ പഠനത്തെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം. എന്താണ് അദ്ദേഹം പഠിച്ചത്? ദിറാസത്തുഹു, അദ്ദേഹം പഠിച്ചത് ഹഫ്ളുൽ ഖുർആൻ. അവിടുത്തെ പാരമ്പര്യ രീതി അനുസരിച്ച് ആദ്യം ഖുർആൻ മനഃപ്പാടമാക്കി. അത് ഖബലൽ ആശിറ, 10 വയസ്സ് തികയുന്നതിന് മുമ്പ്. വകാന ഖവിയ്യൽ ഹാഫിള, അപാരമായ ഓർമ്മശക്തിയുള്ള ഒരാളായിരുന്നു അദ്ദേഹം. കാര്യങ്ങൾ നന്നായി മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി കണ്ടിട്ട് പിതാവായ അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ തമീമി അത്ഭുതപ്പെടുകയും അത് പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. കസീറൽ മുത്താലഅ, ധാരാളമായി അദ്ദേഹം ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം വായിക്കുന്ന ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കുത്തുബു തഫ്സീർ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ. ഇത് രണ്ടുമാണ് അദ്ദേഹം അന്ന് ധാരാളമായി വായിച്ചിരുന്നത്. തന്റെ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും അറിവ് നേടിയതിന് ശേഷം പിന്നീട് അറിവന്വേഷിച്ച് നജ്ദിന്റെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം പോയി. പിന്നീട് അദ്ദേഹം മക്കയിലേക്ക് വന്നു. പിന്നീട് അദ്ദേഹം മദീനയിലേക്ക് വന്നു. പിന്നെ അദ്ദേഹം അൽ ഹസയിൽ പോയി. പിന്നെ അദ്ദേഹം ഇറാഖിലെ ബസറയിലും അതുപോലെ തന്നെ ബഗ്ദാദിലും വന്നു. ഇത്രയും പ്രദേശങ്ങളൊക്കെ ഇൽമ് നേടിക്കൊണ്ട് അദ്ദേഹം കറങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ പഠിപ്പിച്ച പ്രമുഖരായ ഗുരുനാഥന്മാരാരാണ്? ഒന്ന് ഷെയ്ഖ് അബ്ദുല്ലാഹിബ്നു ഇബ്രാഹിം അശ്ശമ്മരി. അബ്ദുല്ലാഹിബ്നു ഇബ്രാഹിം അശ്ശമ്മരി അദ്ദേഹം അറിയപ്പെട്ട പണ്ഡിതനാണ് അക്കാലത്ത്. അദ്ദേഹത്തിന്റെ മകൻ, അബ്ദുള്ളയുടെ മകൻ ഇബ്രാഹിം ഇബ്നു അബ്ദില്ലാ ഇബ്നു ഇബ്രാഹിം അശ്ശമ്മരി, അതാണ് രണ്ടാമത്തേത്. ഇബ്നുഹു ഇബ്രാഹിം അശ്ശമ്മരി എന്ന് കാണും. ഇബ്രാഹിം ഇബ്നു അബ്ദില്ലാ ഇബ്നു ഇബ്രാഹിം അശ്ശമ്മരി അദ്ദേഹവും ഷെയ്ഖുൽ ഇസ്ലാമിനെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞ ആള് അഥവാ മകൻ ഇബ്രാഹിം അശ്ശമ്മരി റഹിമഹുല്ല, അദ്ദേഹം അറിയപ്പെട്ട ഫർളിയാണ്. ഫർളി എന്ന് പറഞ്ഞാൽ ഇൽമുൽ ഫറായിദ്, മുസ്ലിം ദായക്രമം. ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ അനന്തര സ്വത്ത് എങ്ങനെയാണ് വിഹിതം വെക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള അറിവാണ് ഇൽമുൽ ഫറായിദ്. അതിൽ വളരെ പ്രാഗൽഭ്യമുള്ള ആളായിരുന്നു മകനായ ഇബ്രാഹിം ഇബ്നു അബ്ദില്ലാ ഇബ്നു ഇബ്രാഹിം അശ്ശമ്മരി. പിന്നെ മുഹമ്മദ് ഹയാത്ത് സിന്ദി, അദ്ദേഹം അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മുഹദ്ദിസായിരുന്നു. മുഹമ്മദ് ഹയാത്ത് സിന്ദി അദ്ദേഹം മുഹമ്മദ് ബിൻ ഹയാത്ത് സിന്ദിക്ക് ഷെയ്ഖുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തത് അബ്ദുല്ലാഹിബ്നു ഇബ്രാഹിം അശ്ശമ്മരിയും മകനായ ഇബ്രാഹിം അശ്ശമ്മരിയും കൂടിയാണ്. അവർ പരിചയപ്പെടുത്തി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ഹയാത്ത് സിന്ദി ഇദ്ദേഹത്തെ ഒരു ശിഷ്യനായി സ്വീകരിക്കുകയും ഉമ്മഹാത്തുൽ കുത്തുബിൽ ഇജാസ നൽകുകയും ചെയ്തു. അതുപോലെ ഇസ്മായിൽ ഇബ്നു മുഹമ്മദ് അജ്ലൂനി, അബ്ദുല്ലാഹിബ്നു സാലിമുൽ ബസരി തുടങ്ങിയിട്ടുള്ള ആളുകൾ, വേറെയും ആളുകളെ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദഅവത്ത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം അന്ന് ജീവിച്ചിരുന്ന കാലത്ത് അറബിയിൽ ശിർക്കൻ വിശ്വാസങ്ങളും അതുപോലെ ഒരുപാട് അനാചാരങ്ങളും പടർന്നു പിടിച്ചൊരു കാലമായതിനാൽ കാലത്ത് ദഅവത്തുഹു അലാ ബസീറ, വ്യക്തമായ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ദഅവ, അദ്ദേഹത്തിന്റെ പ്രബോധനം ആരംഭിച്ചത്. വ്യക്തമായ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് വഹയിൽ നിന്ന് കിട്ടുന്ന അറിവാണ്. വഹി എന്ന് പറയുന്നത് ഖുർആനിലും സ്ഥിരപ്പെട്ട ഹദീസിലുമാണ് അത് ആ വഹിയുള്ളത്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചിരുന്നത് ഇല തൗഹീദ് വസ്സുന്ന, ഇല തൗഹീദി വസ്സുന്ന, തൗഹീദിലേക്കും സുന്നത്തിലേക്കുമാണ്. പ്രാദേശികമായ കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി.
പിന്നീട് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടത് ഹിജറ വർഷം 1153 തന്റെ പിതാവായ അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ അത്തമീമിയു റഹിമഹുല്ലാ മരണപ്പെട്ടതിന് ശേഷമാണ് ഇദ്ദേഹം തന്നെ ഈ ദഅവ പരസ്യപ്പെടുത്തിയത്. അങ്ങനെ അദ്ദേഹം പരസ്യമായി ദഅവത്ത് നടത്തിയപ്പോൾ അന്നത്തെ ഭരണാധികാരികളായിരുന്ന ആലു സഊദ് അവർ ഭരണം നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആലു സഊദ് ഇദ്ദേഹത്തിന് നല്ല പിന്തുണ നൽകുകയും ഈ ദഅവത്ത് അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും നൽകുകയും ചെയ്തു. ഇതാണ് അതിന്റെ പ്രത്യേകത. ഇനിയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, പക്ഷെ അത് മുഴുവൻ ഇവിടെ പരിചയപ്പെടുത്തുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട 2-3 ഗ്രന്ഥങ്ങൾ പറയാം. ഒന്ന് നമ്മൾ പഠിക്കുന്ന സലാസത്തുൽ ഉസൂൽ, ഇസ്ലാമിന്റെ 3 ബേസിക്സ്, അടിത്തറകൾ എന്താണ്. രണ്ടാമത്തേത് അൽ ഖവാഇദുൽ അർബഅത്തു, മൂന്നാമത്തേത് അൽ ഉസൂലു സിത്തത്തു, നാലാമത്തേത് കിതാബു തൗഹീദ്, അതുപോലെ തന്നെ കശ്ഫു ശുബ്ഹാത്ത്, അതുപോലെ തന്നെ അൽ കബായിർ, അതുപോലെ ഉസൂലുൽ ഈമാൻ. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾക്ക് പുറമെ വേറെയും ഒരുപാട് ഗ്രന്ഥങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം രചിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന പ്രസന്റേഷനിൽ തന്നെ സലാസത്തുൽ ഉസൂൽ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിന്റെ ശേഷം, അതിനുശേഷം വേറെ ചില ഗ്രന്ഥങ്ങൾ കൂടി അതിൽ പറയുന്നുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ റസായിലുകൾ എല്ലാം എഴുതി ഈ ദഅവത്ത് വലിയൊരളവോളം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ അള്ളാഹു അത് വിജയിപ്പിച്ചു കൊടുത്തു. ആ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. തൂഫിയ റഹിമഹുല്ലാഹ് സനത 1206 ഹിജരിയ, ഹിജ്റ വർഷം 1206 ആണ്ടിലാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ, റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅതൻ വഅസ്കനഹു ഫസീഹ ജന്നാതിഹി, വഅസ്കനഹു ഫസീഹ ജന്നാതിഹി. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സമൃദ്ധമായ റഹ്മത്ത് നൽകുമാറാകട്ടെ. വഅസ്കനഹു ഫസീഹ ജന്നാതിഹി, അല്ലാഹു തന്റെ വിശാലമായ സ്വർഗത്തോപ്പുകളിൽ ഷെയ്ഖുൽ ഇസ്ലാമിന് ഇടം നൽകട്ടെ, അവിടെ താമസിപ്പിക്കട്ടെ. ഇത് നമുക്ക് പ്രാർത്ഥിക്കാനേ നിവൃത്തിയുള്ളൂ. ഇനി അൽ ഉസൂലു സലാസ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലേക്ക് നമുക്ക് പോകാം. ഉസൂലു സലാസ എന്ന ഗ്രന്ഥം, അതിന്റെ ടെക്സ്റ്റാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. ഒന്ന്, ആദ്യം ഇതിന്റെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അൽ ഉസൂൽ. ഉസൂൽ എന്ന് പറയുന്നത് എന്താണ്? ഉസൂൽ എന്ന് പറയുന്നത് അസ്ലുൻ എന്നതിന്റെ ബഹുവചനമാണ് ഉസൂൽ എന്ന് പറയുന്നത്. അസ്ലുൻ എന്നതിന്റെ ബഹുവചനമാണ് ഉസൂൽ. എന്താണ് അസ്ലു എന്ന് പറഞ്ഞാൽ? അറബിയിൽ അസ്ലു എന്ന് എഴുതുന്നത് അസ്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിത്തറ എന്നാണ്. അതിന്റെ ബഹുവചനമാണ് ഉസൂൽ. അടിത്തറ എന്ന് പറഞ്ഞാൽ മാ യംബനി അലൈഹി ഗൈറുഹു എന്നാണ് പറയാ. മാ യംബനി അലൈഹി ഗൈറുഹു. എന്താണ് മാ യംബനി അലൈഹി ഗൈറുഹു എന്ന് പറഞ്ഞാൽ? ഒരു വീടാണെങ്കിൽ ആ വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എല്ലാ ഭാഗങ്ങളും ഏതൊന്നിന്മേലാണോ പടുത്തുയർത്തുന്നത് അതാണ് തറ, അടിത്തറ. അതിനാണ് അസുൽ എന്ന് പറയാം. അതിനാണ് അസുല് എന്ന് പറയാം. ആ അസുൽ എന്നുള്ള വാക്കിന്റെ ബഹുവചനമാണ് യഥാർത്ഥത്തിൽ അതിന്റെ ബഹുവചനമാണ് യഥാർത്ഥത്തിൽ ഉസൂൽ എന്ന് പറയുന്നത്. ഉസൂൽ എന്ന് പറയുന്നത് അതിന്റെ ബഹുവചനമാണ്. വഅദില്ലതുഹ അൽ ഉസൂലു സലാസത്തു, 3 അസുലുകൾ. പിന്നെ ആ 3 അസുലുകൾക്ക് പുറമെ വഅദില്ലതുഹ അതിന്റെ ദലീലുകളാണ്. അതിന്റെ ദലീലുകളാണ്. ആ ദലീലുകൾ എന്ന് പറഞ്ഞാൽ ദല്ല എന്ന വാക്കിൽ നിന്നാണ് അതുണ്ടാകുന്നത്. എന്താണ് ദല്ല എന്ന് പറഞ്ഞാൽ? അറിയിച്ചു, ഒരു കാര്യത്തെ അറിയിച്ചു കൊടുത്തു. ദലീലുൻ മാ യുർഷിദുഹു, ഒരാളെ ഒരു കാര്യത്തിലേക്ക് ഗൈഡ് ചെയ്യുന്ന, ഒരു കാര്യത്തിലേക്ക് അറിയിച്ചു കൊടുക്കുന്ന കാര്യമാണ് ദലീൽ.
ഗൈഡിന് ദലീൽ എന്നാണ് അറബി പറയാ. അതിന്റെ ബഹുവചനമാണ് അദില്ലത്തുൻ എന്ന് പറയുന്നത്. അതിന്റെ ബഹുവചനമാണ് അദില്ലത്തുൻ എന്ന് പറയുന്നത്. അദില്ലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അറിയിച്ചു കൊടുക്കുന്നത് തെളിവുകൾ എന്നാണ്. അപ്പൊ 3 അടിത്തറകൾ, ദീനിന്റെ 3 അടിത്തറകളും അവയുടെ ദലീൽ തെളിവുകളും, അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ നോക്കുക. അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഇന്ന് ചുരുക്കി പറഞ്ഞിട്ട് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കും. അല്പം വൈകിയത് കൊണ്ട് ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് അധിക സമയമെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇബ്തദഅ അൽ മുഅല്ലിഫു ബിൽ ബസ്മലത്തി. നിങ്ങൾ കണ്ടതാണ്, ഷെയ്ഖുൽ ഇസ്ലാം തന്റെ ഗ്രന്ഥം ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തോടു കൂടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിനാണ് അറബിയിൽ ബസ്മല എന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള വചനത്തിന് അറബിയിൽ ബസ്മല എന്നാണ് പറയാം. ഈ വചനത്തോടു കൂടിയാണ് ഗ്രന്ഥകർത്താവായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥം ആരംഭിച്ചത്. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതിനുള്ള തെളിവെന്താണ്, അതിന്റെ അടിത്തറ എന്താണ്? അദ്ദേഹം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഥവാ ബസ്മല കൊണ്ട് തുടങ്ങിയത് തയമ്മുനൻ ബി കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ, ആ ഖുർആനിനെ ഫോളോ ചെയ്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ ആശിസ്സുകൾ തേടുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒന്നൊഴികെ 113 അധ്യായങ്ങളും അള്ളാഹു ബസ്മല കൊണ്ടാണ് തുടങ്ങിയത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുതന്നെ മുസ്ലിമീങ്ങളായ ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ, പണ്ഡിതന്മാർ അത് പിന്തുടരുന്നു. ആ ഗ്രന്ഥത്തെ ഫോളോ ചെയ്താൽ അള്ളാഹു പ്രത്യേകമായ റഹ്മത്ത് തരും എന്നതുകൊണ്ട്. രണ്ടാമതായി ബസ്മല കൊണ്ട് ആരംഭിക്കാനുള്ള കാരണം ഇഖ്തിദാഅൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കിതാബാതിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നതിന് വേണ്ടിയാണ്. നബിയെ ഫോളോ ചെയ്യുക, അതാണല്ലോ നമ്മുടെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെല്ലാം എഴുത്തുകുത്തുകൾ, ആരോടൊക്കെ എഴുത്തുകുത്തുകൾ നടത്തിയിട്ടുണ്ടോ അവർക്കൊക്കെ ആ കത്തുകൾ നബി അയച്ചു കൊടുക്കുമ്പോൾ ബിസ്മി കൊണ്ടാണ് തുടങ്ങാറുണ്ടായിരുന്നത്. ആ ബിസ്മില്ലാ എന്നുള്ള ബസ്മല കൊണ്ട് തുടങ്ങി. അതടിസ്ഥാനത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ബിസ്മില്ലാ എന്ന ബസ്മല കൊണ്ട് തുടങ്ങിയത്. മൂന്നാമത്തേത് ഇസ്തിഇനാസൻ ബിർറിവായ കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാ ഫഹുവ അബ്തർ. ഒരു അറിയപ്പെട്ട റിവായത്ത് ഇങ്ങനെ കാണാം: കുല്ലു അംരിൻ, ഏതൊരു കാര്യം, ദീ ബാലിൻ, ഗൗരവതരമായ ഏതൊരു കാര്യവും, ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാ, ആ കാര്യം ബിസ്മില്ലാ എന്നതുകൊണ്ട് അഥവാ ബസ്മല കൊണ്ട് ഒരാൾ തുടങ്ങിയിട്ടില്ലയോ, ഫഹുവ അബ്തർ, ആ കാര്യം ബർക്കത്ത് തുടങ്ങിയിട്ടുള്ളതാണ്. അതിന് അള്ളാഹുവിന്റെ ബർക്കത്ത് അതിനുണ്ടാവില്ല, ഐശ്വര്യമുണ്ടാവാത്ത കാര്യമാണ്. ഈ റിവായത്തിനെ സംബന്ധിച്ച് ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ അത് സ്വീകാര്യയോഗ്യമാണെന്ന് പറയുമ്പോൾ മറ്റു ചില പണ്ഡിതന്മാർ അത് സ്വീകാര്യയോഗ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളും പിന്നീട് ഈ റിവായത്തിനോടുള്ള ഇസ്തിഇനാസ്, അത് മനസ്സിൽ, അത് ആ കാര്യം മറ്റു 2 കാര്യങ്ങളുമായി യോജിക്കുന്നതിനാൽ, അതിനോട് പൊരുത്തപ്പെടുന്നതിനാൽ ഈ കാര്യത്തെ അതുകൂടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം തന്റെ ഗ്രന്ഥം തുടങ്ങിയത്, ബസ്മല കൊണ്ട് ആക്കിയത്. ഇനി ബസ്മലയുടെ അർത്ഥം വളരെ പെട്ടെന്നൊന്ന് പറയാം. എന്താണ് ബസ്മല? പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നു ആയത്തുൻ ഫിൽ കുതുബിസ് സാബിഖ, ഖുർആനിന്റെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പൂർവീക ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒരു വചനമാണത് എന്നാണ്. അതിന്റെ ചില തെളിവുകളൊക്കെ അവർ പറയും. സുലൈമാൻ അലൈഹിസ്സലാം ബിൽഖീസ് രാജ്ഞിക്ക് എഴുതിയിട്ടുള്ള കത്തിന്റെ കാര്യം പറയുമ്പോഴൊക്കെ
അപ്പൊ മുൻകാലത്ത് തന്റെ ഈ വചനമുണ്ടായിരുന്നു എന്നത് എന്താണെങ്കിലും ഖുർആനിൽ തന്നെ വന്നതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇങ്ങനെ അഭിപ്രായമുള്ള ആളുകളുണ്ട്, ഇത് പൂർവീക ഗ്രന്ഥങ്ങളിലുള്ള ഒരു വചനമാണ്, അതേ പ്രകാരം അത് ഖുർആനിലും ആവർത്തിച്ചു. രണ്ടാമത്തേത് ആയത്തുൻ മിനൽ ഖുർആനിൽ കരീം, ഇത് പൂർവീക ഗ്രന്ഥത്തിലേത് പോകട്ടെ ഖുർആനിലെ ഒരു വചനമാണ്, വിശിഷ്യ സൂറത്തുൻ നംലിലെ ഒരു ആയത്തിന്റെ ഭാഗമാണ്. ലഹു മിൻ സുലൈമാൻ ഫഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ എന്ന് പറയുന്ന സൂറത്തു നംലിലെ ഒരു ആയത്താണ് എന്ന അഭിപ്രായമുണ്ട്. മൂന്നാമത്തേത് ആയത്തുൻ ഫി സൂറത്തിൽ ഫാത്തിഹ, ഇത് സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു വചനമാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയിലെ വചനമാകയാൽ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നിടത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബസ്മല ഓതിയിരിക്കണം, ഇല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ പൂർണ്ണമായി ഓതില്ല എന്ന് ഇമാം ഷാഫിഈയെ പോലെയുള്ള ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടത് അതുകൊണ്ടാണ്. എന്നാൽ സൂറത്തു തൗബ ഒഴിച്ച് മറ്റു സൂറകളുടെ തുടക്കത്തിൽ ഈ ആയത്ത് ആവർത്തിച്ചത് അത് ആ അധ്യായത്തിലെ വചനമായതുകൊണ്ടല്ല, ലിൽ ഫസ്ലി ബൈനഹാ വ ബൈന ഗൈരിഹാ, ആ അധ്യായവും മറ്റധ്യായവും തമ്മിൽ വേർപിരിക്കുന്നതിന് വേണ്ടിയാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്തായിട്ട് ഇതിനെ പരിഗണിക്കുന്നു, മറ്റു സൂറകളിൽ ഇത് ആയത്തായി പരിഗണിക്കില്ല. ആ സൂറത്തിനെയും മുമ്പുള്ള സൂറത്തിനെയും തമ്മിൽ വേർപിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങുമ്പോൾ ആദ്യം തുടങ്ങുന്നത് ബി ബാ കൊണ്ടാണ്, ബി എന്നുള്ള ബാ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ബാ എന്ന കാര്യം നമുക്കൊന്ന് നോക്കണം. ബാ എന്ന് പറഞ്ഞാൽ ബാ, ഈ പറഞ്ഞ അക്ഷരം, ആദ്യത്തെ അക്ഷരം, അത് ലിൽ ഇസ്തിആനതി വത്തബറുക്, ലിൽ ഇസ്തിആനതി വത്തബറുക്, അള്ളാഹുവിനോട് സഹായം തേടുന്നതിനാണ്. ആ ബാ സഹായം ചോദിക്കാനുള്ളതാണ്. വത്തബറുക്, അള്ളാഹുവിന്റെ ബർക്കത്തുകൾ, അള്ളാഹുവിന്റെ ഐശ്വര്യങ്ങൾ, അവന്റെ റഹ്മത്തുകൾ അത് തേടാനാണ്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ സഹായം ചോദിക്കുന്നത്, ബർക്കത്ത് ചോദിക്കുന്നു എന്നുള്ളതിലേക്കാണ് ഈ അക്ഷരം, ഈ അവ്യയം സൂചിപ്പിക്കുക. അത് ചേർത്തത് ഇസ്മ എന്നുള്ള വാക്കിലേക്കാണ്. ഇസ്മ എന്നുള്ള വാക്ക് പേര് എന്നാണ് അതിന്റെ അർത്ഥം. ആ വാക്കുണ്ടാകുന്നത് ഒന്നുകിൽ സുമുമുൻ എന്നതിൽ നിന്നാണ്, അല്ലെങ്കിൽ സിമത്തുൻ എന്നതിൽ നിന്നാണ്. സുമുവിൽ നിന്നാകാം, അല്ലെങ്കിൽ സിമത്തിൽ നിന്നാകാം. എന്താ സുമുവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിന്റെയും മീതെ നിൽക്കുന്നതിനാണ് സുമുവ്, ആകാശം, സുമുവ്, ഹൈനസ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ സിമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടയാളം എന്നാണ്, സിമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടയാളം എന്നാണ്. അപ്പോ പേര് എന്ന് പറയുന്ന ഇസ്മ എന്ന വാക്ക് അതുണ്ടാകുന്നത് ഈ രണ്ട് ധാതുവിൽ നിന്നാണ്, ഒന്നുകിൽ സുമുവിൽ നിന്നാണ്, അല്ലെങ്കിൽ സിമത്തിൽ നിന്നാണ്. ഇവിടെ ആരുടെ പേരാണ്? അള്ളാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ സഹായം ചോദിക്കുന്നു, ഞാൻ ബർക്കത്ത് ചോദിക്കുന്നു എന്നായി. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആ പദം എന്താണ്? അലമുൻ അലൽ ബാരി, അലമുൻ അലൽ ബാരി, അത് അലമുൻ അലൽ ബാരി അള്ളാഹുവിന്റെ പേരാണ്. അലമുൻ അലൽ ബാരി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പേരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരാണത്. ഇസ്മുൻ അലൽ, അലമുൻ അലൽ ബാരി ജല്ല വഅല, അലമുൻ അലൽ ബാരി ജല്ല വഅല, അള്ളാഹുവിന്റെ പേരാണ്. വകുല്ലു അസ്മാഇഹി സുബ്ഹാനഹു വ തആല താബിഅത്തുൻ ലഹു, മറ്റെല്ലാ പേരുകളും റഹ്മാൻ, റഹീം, ഗഫൂർ തുടങ്ങിയിട്ടുള്ള പേരുകളെല്ലാം അള്ളാഹ് എന്ന അടിസ്ഥാന നാമത്തിന് തുടർന്നു വരുന്ന പേരുകൾ മാത്രമാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം മല്ലഹു അൽ ഉബൂദിയ്യത്തു വൽ ഉലൂഹിയ്യത്തു അലാ ഖൽഖിഹി അജ്മഈൻ, മല്ലഹു അൽ ഉബൂദിയ്യത്തു വൽ ഉലൂഹിയ്യത്തു അലാ ഖൽഖിഹി അജ്മഈൻ. ഈ അർത്ഥം അത് മഹാനായ മുഫസ്സിർ, തർജുമാനുൽ ഖുർആൻ, ഹബ്റുൽ ഉമ്മ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് ഇതിന്റെ അവസാനത്തിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. ഇബ്നു ജരീർ ത്വബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ആ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു ജരീർ ത്വബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ആ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ മൻ, ഒരുത്തൻ, ലഹു അവനുള്ളതാണ്, അൽ ഉബൂദിയ്യത്തു, അൽ ഉബൂദിയ്യത്തു, ഉബൂദിയ്യത്ത്
അടിമത്വം, അങ്ങേയറ്റത്തെ താഴ്മ, വൽ ഉലൂഹിയ്യത്തു, അതുപോലെ തന്നെ ആരാധ്യതയും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ അടിമത്വവും താഴ്മയും ആർക്കാണോ? അലാ ഖൽഖിഹി അജ്മഈൻ, അവന്റെ മുഴുവൻ സൃഷ്ടികൾക്കും അത് അവരോട് കാണിക്കൽ കടമയായിട്ടുള്ള അങ്ങനെയുള്ളവനാരോ അവന്റെ പേരാണ് അല്ലാഹ് എന്നുള്ളത്. അല്ലാഹ് എന്ന പദത്തിന്റെ അർത്ഥം അതാണ്. മല്ലഹു അൽ ഉബൂദിയ്യത്തു വൽ ഉലൂഹിയ്യത്തു അലാ ഖൽഖിഹി അജ്മഈൻ. മല്ലഹു അൽ ഉബൂദിയ്യത്തു വൽ ഉലൂഹിയ്യത്തു അലാ ഖൽഖിഹി അജ്മഈൻ, മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും മേൽ ഉലൂഹിയത്ത് ആരാധ്യതയും ഉബൂദിയത്ത് അടിമത്വവും വഴക്കവും ആരോട് കാണിക്കാനാണോ അവർ തരപ്പെട്ടത് അവന്റെ പേരാണ്, അവനുള്ള പേരാണ് അല്ലാഹ്. അല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. അപ്പൊ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ സഹായം ചോദിക്കുന്നു, ബർക്കത്തുകൾ ചോദിക്കുന്നു. അല്ലാഹുവിന്റെ പേര് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മുഫ്രദ് മുളാഫായി വന്നാൽ യഉം, അള്ളാഹുവിന്റെ എല്ലാ പേരുകളെയും അവിടെ ഉദ്ദേശിക്കാം. അപ്പൊ അള്ളാഹുവിന്റെ മുഴുവൻ പേരുകളും അത് എന്റെ മനസ്സിലും എന്റെ നാവിലും വെച്ചുകൊണ്ട് അത് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് അവനോട് സഹായം ചോദിക്കുന്നു, അവനോട് ഞാൻ ബറക്കത്ത് ചോദിക്കുന്നു. ഇതായി അതിന്റെ അർത്ഥം. എന്നിട്ട് അർ റഹ്മാൻ, അവൻ റഹ്മാനായിട്ടുള്ളവനാണ്. റഹ്മാൻ എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം ചേരുന്ന ഒരു പേരാണ്. അർ റഹ്മാൻ മിൻ അസ്മാഇല്ലാഹിൽ മുഖ്തസ്സ ബിഹി, അവന് മാത്രമുള്ള പേരാണ്. ലാ യുത്ലഖു അലാ ഗൈരിഹി, ആ നാമം മറ്റൊരാൾക്കും ഉപയോഗിക്കപ്പെടാവതല്ല. അതിന്റെ അർത്ഥം അൽ മുത്തസിഫു ബിർറഹ്മ അൽ വാസിഅ, അൽ മുത്തസിഫു ബിർറഹ്മത്തിൽ വാസിഅതി. റഹ്മാൻ എന്നതിന്റെ അർത്ഥം ഇതാണ്, അൽ മുത്തസിഫു ബിർറഹ്മതി അൽ വാസിഅതി, അവൻ എല്ലാ റഹ്മത്തിന്റെയും ഉടമയായിട്ടുള്ളവനാണ്. എല്ലാ റഹ്മത്തും അവനുണ്ട്, ആ വിശേഷണം അവനുള്ളതാകുന്നു. ഏതൊരു റഹ്മത്തുണ്ടോ ആ റഹ്മത്ത് മുഴുവനും അവന്റേതാണ്, അത് അവന്, ആ വിശേഷണം അവനുള്ളതാണ്. സമൃദ്ധമായ എല്ലാവിധ മുഴുവൻ റഹ്മത്തിന്റെയും ഉടമയായിട്ടുള്ളവൻ, ആ റഹ്മത്ത് കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളവൻ ആരോ അവനാണ് റഹ്മാൻ. അർ റഹീം, തുടർന്നുകൊണ്ട് അല്ലാഹ് റഹ്മാനാണ് എന്ന് മാത്രമല്ല റഹീം കൂടിയാണ്. എന്താണ് റഹീം എന്ന് പറഞ്ഞാൽ? അതും അള്ളാഹുവിന്റെ മറ്റൊരു പേരാണ്. അള്ളാഹുവിന്റെ മറ്റൊരു പേരാണ് റഹീം എന്ന് പറയുന്നത്. ഈ റഹീമിന്റെ അർത്ഥം അൽ മുത്തസിഫു ബിർറഹ്മത്തിൽ വാസില, അൽ മുത്തസിഫു ബിർറഹ്മത്തിൽ വാസിലത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല വാസിലത്തായ റഹ്മ, വാസിലത്തായ റഹ്മത്ത് കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടവനാകുന്നു. അൽ മുത്തസിലത്തു ബിർറഹ്മത്തിൽ വാസിലത്തി. വാസിലത്ത് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ എല്ലാ റഹ്മത്തും അതിന്റെ സമൃദ്ധിയിൽ, അതിന്റെ പൂർണ്ണതയിൽ അവനുണ്ട്, അതവന് വിശേഷിപ്പിക്കപ്പെട്ടതാണ്. ഇത് ആ റഹ്മത്ത് ഉണ്ട് എന്ന് മാത്രമല്ല, അതവന്റെ സൃഷ്ടികളിലേക്ക് എത്തുന്നതാണ്, സൃഷ്ടികൾക്ക് അവൻ കൊടുക്കുന്നതാണ്. അപ്പൊ റഹ്മത്തിന്റെ ഉടമയാണ്, റഹ്മത്ത് കൊടുക്കുന്നവനാണ്. അത് ദുനിയാവിലും അവരങ്ങനെയാണ്, പരലോകത്തും അവരങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരു ദുആയിൽ, അള്ളാഹനെ വിളിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദുആയിൽ റഹ്മാനദ് ദുനിയാ വൽ ആഖിറതി വറഹീമഹുമാ, അല്ലാഹുവേ നീ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിൽ നീ റഹ്മാനായിട്ടുള്ളവനാണ്, ആഖിറത്തിൽ നീ റഹ്മാനായിട്ടുള്ളവനാണ്. വറഹീമഹുമാ, ആ രണ്ട് ലോകത്തും റഹീമായിട്ടുള്ളവരുമാണ്. ദുനിയാവിലും പരലോകത്തും എല്ലാ റഹ്മത്തും അതിന്റെ സമൃദ്ധിയിൽ, അതിന്റെ സമ്പൂർണതയിൽ അള്ളാഹുവിന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്, അതവന്റേതാണ്. അത് അവൻ ദുനിയാവിലും അങ്ങനെയാണ്, പരലോകത്തും അങ്ങനെയാണ്. ആ റഹ്മത്തിൽ നിന്ന് അവന്റെ സൃഷ്ടികൾക്ക് യഥേഷ്ടം അവർ കൊടുക്കുന്ന റഹീമാണവൻ. അത് ദുനിയാവിലും അവർ കൊടുക്കുന്നവനാണ്, പരലോകത്തും അങ്ങനെയാണ്. എന്താണ് റഹ്മത്ത്? നമ്മൾ അനുഗ്രഹം, കാരുണ്യം എന്നൊക്കെ പല വാക്കും പറയും. എന്താണ് റഹ്മത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്? റഹ്മത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. റഹ്മ എന്ന് പറഞ്ഞാൽ അൽ ഉസ്മത്തു വത്തൗഫീഖ്, അൽ ഉസ്മത്തു വത്തൗഫീഖ്, ഉസ്മത്തും തൗഫീഖുമാണ്. ഉസ്മ എന്ന് പറഞ്ഞാൽ അപകടങ്ങളിൽ നിന്നൊക്കെയുള്ള കാവൽ, രക്ഷയാണ്. തൗഫീഖ് നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഉദവിയാണ്.
നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഉദവിയാണ് തൗഫീഖ്. എന്നാൽ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നുള്ള രക്ഷയാണ് ഇസ്മത്ത്. ഇത് രണ്ടും കൂടി ചേർന്നാൽ അതിനാണ് റഹ്മത്ത് എന്ന് പറയാം. അപ്പൊ അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ഒരാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു അൽ ഹുസൂലു അലാ മത്ലൂബിക്, നീ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം അള്ളാഹു നിനക്ക് ലഭ്യമാക്കട്ടെ. ഒരർത്ഥം അതാണ്. അത് മാത്രമല്ല കേട്ടോ. രണ്ടാമത്തേത് അന്നജാതു മിൻ മഹ്ദൂരിക്, എന്തെല്ലാം കാര്യങ്ങളെ നീ സൂക്ഷിക്കുന്നുവോ അതിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷിക്കട്ടെ. മൂന്നാമത്തേത് വൽ ഗുഫ്റാനു മിമ്മാ മളാ മിൻ ദുനൂബിക്, നിന്റെ കഴിഞ്ഞു പോയ പാപങ്ങളിൽ നിന്ന് അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ, പാപങ്ങൾ പുറത്തു തരട്ടെ. അപ്പോൾ ബിസ്മില്ലാഹ്, ബിസ്മി കൊണ്ട് തുടങ്ങി എന്ന് തെറ്റായിപ്പോ ഇനിമേൽ നിങ്ങൾ പറയരുത്. ബിസ്മി കൊണ്ട് തുടങ്ങി എന്നത് തെറ്റായൊരു പ്രയോഗമാണ്. പേരുകൊണ്ട് തുടങ്ങി, പേരുകൊണ്ടല്ല തുടങ്ങുന്നത്. ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങി എന്നാണ്. അപ്പൊ ബിസ്മി എന്നല്ല, അതിന് അഥവാ ചുരുക്കി പറയുകയാണെങ്കിൽ പണ്ഡിതന്മാർ ഉപയോഗിച്ചു വന്നത് അറബിയിലുള്ളത് ബസ്മല, ബസ്മല കൊണ്ട് തുടങ്ങി. നമ്മളും ആ ഒരു ടേം ഉപയോഗിക്കും. ബിസ്മി ചൊല്ല് എന്ന് കുട്ടിയോട് പറയുന്നതിന് പകരം സമ്മില്ല അല്ലെങ്കിൽ ബസ്മല മറന്നോ ചൊല്ലണം. ബിസ്മി എന്ന് മാത്രം പറഞ്ഞാൽ അതിലെന്താണോ ഉദ്ദേശിക്കേണ്ടതും പറയേണ്ടതും ആ ഉദ്ദേശിക്കേണ്ടതും പറയേണ്ടതുമായ ഭാഗം അതിൽ നിന്ന് ചോർന്നു പോകുന്നു. അപ്പോ ഈ വചനത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 3 കാരണങ്ങളാൽ ശൈഖുൽ ഇസ്ലാം ബസ്മല കൊണ്ട് തന്റെ ഗ്രന്ഥം തുടങ്ങി. ഒന്ന്, തയമ്മുനൻ ബി കിതാബില്ലാഹ്, വിശുദ്ധ ഖുർആനിനെ അനുകരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അവന്റെ അനുഗ്രഹാശിസ്സുകൾ തേടുന്നതിന് വേണ്ടി. 2, ഇഖ്തിദാഅൻ ബിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ കിതാബാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എഴുത്തുകളിലെല്ലാം ബസ്മല കൊണ്ടാണ് തുടങ്ങിയിരുന്നത്. അതിനാൽ ആ കാര്യത്തിൽ നബിയെ അനുകരിച്ചുകൊണ്ട്. മൂന്നാമത്തേത്, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു റിവായത്ത് അത് ഇതിനോട് ഇണങ്ങിയതാകയാൽ ആ റിവായത്തും ഇതിലേക്ക് ചേർത്തുകൊണ്ടാണ്. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യബ്ദഉ ബിസ്മില്ലാഹ് ഫഹുവ അദ്നാ. അതിനാൽ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങൾ കൊണ്ടും ഞാൻ അവരോട് സഹായം ചോദിക്കുന്നു, അവരോട് ഞാൻ ബർക്കത്ത് ചോദിക്കുന്നു. സഹായവും ബർക്കത്തും ചോദിക്കുന്നത് എല്ലാ നന്മകളും എനിക്ക് നീ എത്തിച്ചു തരണം, എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എനിക്ക് നീ കാവൽ തരണം. ഞാനിപ്പോൾ ഏതൊരു കാര്യത്തിനാണോ ഉദ്ധരിക്കുന്നത് ശൈഖുൽ ഇസ്ലാമിൽ എഴുതുമ്പോൾ ഇത് എഴുതുന്ന കാര്യത്തിലായിരുന്നു. നമ്മളിപ്പോൾ ഇത് വായിക്കുമ്പോൾ അത് വായിച്ച് പഠിക്കുന്ന കാര്യത്തിലാണ്. ഇത് വായിച്ച് പഠിക്കുന്ന കാര്യത്തിൽ അല്ലാഹുവേ എല്ലാവിധ ഖൈറുകളും ഞങ്ങൾക്ക് നീ നൽകണം, എല്ലാവിധ ശർറുകളിൽ നിന്നും ഞങ്ങളെ നീ സംരക്ഷിക്കുകയും ചെയ്യണം. അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? മല്ലഹു അൽ ഉബൂദിയ്യത്തു വൽ ഉലൂഹിയ്യത്തു അലാ ഖൽഖിഹി അജ്മഈൻ. മുഴുവൻ സൃഷ്ടികളും ഉബൂദിയ്യത്തും ഉലൂഹിയ്യത്തും നൽകാൻ കടപ്പെട്ടവനുള്ള പേരാണ് അല്ലാഹ്. ആ നാമത്തിനുള്ള ശ്രേഷ്ഠത വേറെ ഒന്നിനുമില്ല. അള്ളാഹുവിന്റെ മറ്റു നാമങ്ങൾ ഈ നാമത്തിന്റെ അനുബന്ധമാണ്. ഇതാണ് അടിസ്ഥാന നാമം. മറ്റു നാമങ്ങൾ ഇതിനെ പിന്തുടരുന്ന ഇതിന്റെ അനുബന്ധങ്ങളാണ്. അവൻ റഹ്മാനും റഹീമുമായിട്ടുള്ളവനാണ്. എല്ലാ റഹ്മത്തിന്റെയും ഉടമയാണ്. സമ്പൂർണമായ റഹ്മത്ത് കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടവനാണ്. ആ റഹ്മത്ത് അവന്റെ സൃഷ്ടികൾക്ക് കൊടുക്കുന്നവനാണ്. മുത്തസിഫു ബിർ റഹ്മത്തിൽ വാസിഅ അൽ മുത്തസിഫു ബിർ റഹ്മത്തിൽ വാസില. ദുനിയാവിലും പരലോകത്തിലും അവൻ അങ്ങനെയാണ്. അങ്ങനെയുള്ള അല്ലാഹുവേ, നിന്റെ പേരുകൊണ്ട് ഞാൻ എന്താണോ നമ്മൾ ചെയ്യുന്നത് ആ കാര്യം ചെയ്യാൻ നിന്റെ സഹായത്തോടുന്നു, നിന്റെ ബർക്കത്തോടുന്നു. ഇത്രയും പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കുന്നു. നാളെ മറ്റ് ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നാളെ 9:30 തന്നെ ഇൻഷാ അല്ലാഹ് തുടങ്ങാം. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.